നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്കവരെ മറക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നും അവർ അത് തിരിച്ചറിയുന്നുണ്ടോ, നിങ്ങളുടെ ഒരു ഫീലിങ്സ് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസണേറ്റ് ആവണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വേണ്ടത്, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണ് മാറേണ്ടത്, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറയുന്നത്. അത് നിങ്ങൾ അഫർമേഷൻ രൂപത്തിൽ ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, അതായത് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതുക. അതായത് അക്ഷരങ്ങളുടെ മാജിക്ക്, അക്ഷരങ്ങളെന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എഴുതും തോറും നമ്മളിലേക്ക് ആ കാര്യം നമ്മൾ പോലും അറിയാതെ അട്രാക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയില്ല, നിങ്ങളൊരു കാര്യം എഴുതി വെച്ചാൽ, ഒരു ഇന്ന തീയതി പറഞ്ഞ് നിങ്ങളൊരു കാര്യം എഴുതി സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ മറന്നുപോയാലും അക്ഷരങ്ങൾ അത് ഓർത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും. ജീവനുള്ള ഒരു എനർജി തന്നെയാണ് അക്ഷരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ആ ബന്ധം നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു കാര്യം അഫർമേഷൻസ് ആയിട്ട് എഴുതി തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി എഴുതുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജിയുടെ നാമം പറഞ്ഞുകൊണ്ടോ നിങ്ങൾ ആ ഒരു കാര്യം എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡർ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, അതിനുള്ള മറുപടി ആയിട്ടാണ് ടാരോ റീഡിങ്സ് എന്ന് പറയുന്നത് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, മറ്റു ബന്ധങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണോ, മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ആണോ, സമയത്തിൻ്റെ ബ്ലോക്കേജ് ആണോ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് അറിയാനും സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ റൈറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യണം കേട്ടോ. റൈറ്റ് ഹീലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ലൈഫിൽ സമാധാനപരമാകുന്നൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം. ആരോടും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ നമുക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ, നമുക്കൊരു ഹെൽത്തി എനർജിയിലൂടെ കടന്നു പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യണം. വളരെ വ്യക്തമായിട്ട് നിങ്ങളത് എഴുതി കത്തിച്ച് കളയുക. അഫർമേഷൻസ് നിങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ സക്സസ് ആണ് അഫർമേഷൻസ്. അത് എഴുതി സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളെ ആ ഒരു വ്യക്തിയും കണക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫയർ എനർജി പ്രസൻസ് ആണ് കാണുന്നത്. അതായത് വളരെയധികം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ അട്രാക്ഷനാണ്, നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ ഒരു പൂർണ്ണത കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റെന്ത് കാര്യങ്ങളും ആ ഒരു വ്യക്തിയിലെ കുറവുകളെ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും നിങ്ങൾ ഒരിക്കലും തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിങ്സോട് കൂടിയോ അവരുടെ ആ ഒരു കുറവുകളെ കാണാത്ത വിധം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആണ്. ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ള ഒരു സിറ്റുവേഷൻസിൽ, ഒരു മായാവലയത്തിൽ പെട്ടുകിടക്കുന്ന പോലത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം അത് അത്രത്തോളം ഒരു പൂർണ്ണതയാണ് നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ആ ഒരു അഡിക്ഷൻ, നിങ്ങൾക്ക് അവരെ മറക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരിൽ നിങ്ങളൊരു പൂർണ്ണത കാണുന്നു. അവരിലെ കുറവുകളെയും തെറ്റുകളെയും ഒന്നും നിങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാത്ത വിധം എല്ലാത്തിനെയും നിങ്ങൾ ശരിയായ രീതിയിൽ കാണുന്നു. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു ലെസൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. എന്താണെങ്കിലും വല്ലാത്തൊരു ഇൻഡ്യൂഷൻ എനർജി പവറാണ് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ആത്മാവ് ഈ വ്യക്തിയെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു, ഈ വ്യക്തിയിൽ വല്ലാതെ അഡിക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ചിലർക്കൊക്കെ ഒരു രാഹു പ്രസൻസ്, അതായത് നിങ്ങളൊരു മായാവലയത്തിൽ ഇല്യൂഷൻ എനർജിയിൽ പെട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആകുന്ന എക്സ്പീരിയൻസ് ഈ ഒരു വ്യക്തിയെ ബേസ് ചെയ്തുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതെല്ലാം ഒരു പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മറന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നിങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ച് അവരുടെ ഓർമ്മകളിലേക്ക്, അവരുടെ പ്രസൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ എനർജി ആയിട്ട്, ഏറ്റവും വലിയൊരു സ്ട്രോങ് എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നുന്ന ആ ഒരു എനർജി പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ഏത് രീതിയിലും ആവാം, പോസിറ്റീവായൊരു ബന്ധമാവാം, കാർമിക് എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകൾ വരുത്തി നിങ്ങൾക്കൊരു ലെസൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ബന്ധവുമാവാം. നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. എന്താണെങ്കിലും ഇതൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരുന്ന, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് പിന്നിലേക്കോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഈ വ്യക്തിയിൽ അഡിക്റ്റഡ് ആകുക എന്നുള്ള ഒരു എനർജി ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻസിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം എന്താ പറയുക, അക്സെപ്റ്റബിൾ ആണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ അങ്ങ് അംഗീകരിക്കുകയാണ്. അവരുടെ ഒരു കുറവുകളെയും നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരിൽ ആ ഒരു ബന്ധത്തിൽ ഒരു വിചിന്തനം നടത്താൻ ഇതിനകത്ത് ശരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കമ്മിറ്റഡ് എനർജി എന്താണെന്ന് പോലും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ഒരു പക്ഷം മാത്രം നോക്കി നിങ്ങൾക്ക് അവരോട് എന്താണുള്ളത് അത് അവരിലേക്ക് കൊടുക്കുമെന്നുള്ള ഒരു ചിന്തയോട് കൂടി, അല്ലെങ്കിൽ ഒരു വാശിയോട് കൂടി നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നിങ്ങൾ അവരിൽ അഡിക്റ്റഡ് ആണെന്നും നിങ്ങൾക്ക് അവരെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നും മനസ്സിലാക്കുന്ന അനുസരിച്ച് അവർ ബൗണ്ടറി തീർക്കുന്നതായിട്ടും അവർ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്നതായിട്ടുമുള്ള ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരൊരു ബൗണ്ടറി തീർക്കുകയാണ് കേട്ടോ നിങ്ങൾക്കിടയിൽ, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാത്ത വിധം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറാൻ പറ്റാത്ത വിധം നിങ്ങളാണ് ഈ ഒരു റിലേഷനിൽ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വേറെ പല കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊരിക്കലും മറ്റൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത വിധം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ അഡിക്റ്റഡ് ആകുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ പെട്ടുപോയിരിക്കുന്നു. അതല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളെയും ഇനി എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ മുന്നിൽ പല രീതിയിൽ ഈ ഒരു ബന്ധത്തിൻ്റെ നെഗറ്റീവ് വശങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ കണക്റ്റ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പോസിറ്റീവിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്താണെന്നും നിങ്ങളോട് എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങളെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്യുന്നെന്നും നിങ്ങളൊരു ടോക്സിക് എനർജിയിലാണ് നിൽക്കുന്നതെന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ട്രാപ്പ് എനർജിയിലാണെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ പോലും ഒരു വ്യക്തിയുടെ പ്രസൻസിന് വേണ്ടിയിട്ട്, ഒരു നെഗറ്റീവ് പ്രസൻസ് ആണെങ്കിലും അത് ലഭിക്കുന്നതിൽ നിങ്ങൾ സംതൃപ്തിപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ സംതൃപ്തമാണ്. അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി, അത് മോശമായ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്താൽ പോലും നിങ്ങൾ അതിൽ സംതൃപ്തിപ്പെടാൻ തയ്യാറാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണ്. കാരണം ആ ഒരു മായ എനർജിയിൽ, അല്ലെങ്കിൽ അവരുടേതാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിൻ്റേതാകുന്ന വശീകരണമാകുന്ന ഒരു എനർജിയിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കുകയും നിങ്ങളുടെ ടൈമും നിങ്ങൾക്ക് പറ്റിയ ആ ഒരു നെഗറ്റീവും എല്ലാം നിങ്ങൾ ചിന്തിക്കുകയും അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ സമയത്തോട് പോലും നിങ്ങൾക്ക് ശക്തമാകുന്ന വൈരാഗ്യം ഫീൽ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ബന്ധത്തിൽ നിങ്ങളിപ്പോൾ കുടുങ്ങി കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ അറിയുന്നില്ല. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
നിങ്ങളുടെ മുന്നിൽ വന്നു പോകുന്ന പല ഭാഗ്യങ്ങളും നിങ്ങളുടേതാകുന്ന ഓപ്പർച്യൂണിറ്റീസുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ എല്ലാം നിങ്ങൾ മറന്ന് നിങ്ങളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു എനർജിയിലാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം കോൺഫിഡൻസും ഉണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എനർജിയും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം ഒരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു മായ എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു അട്രാക്ഷനിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആവാം, ഇമോഷണൽ അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റീനെ ബിഹേവിയറിനെയൊക്കെ ബേസ് ചെയ്തുള്ള ഒരു അട്രാക്ഷൻ ആവാം. നിങ്ങൾക്ക് അവരിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ വല്ലാതെ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അത് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതും ആ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു പേഴ്സണൽ ആത്മാർത്ഥതയോടെ നിൽക്കുന്നതെല്ലാം കറക്റ്റാണ്. പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളിലേക്ക് വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസരങ്ങളെയും എല്ലാം കളഞ്ഞ് നിങ്ങൾ കണ്ണടച്ച് ഈ ഒരു സിറ്റുവേഷൻസിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടൈം നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് കുറച്ചെങ്കിലും ഒരു സമയം നിങ്ങളിലേക്കൊന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുക. കാരണം പരീക്ഷണ കാലഘട്ടമാണ് ഈ ഒരു റിലേഷൻ എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു പരീക്ഷണ കാലഘട്ടം അവസാനിക്കുമ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ ഒരു വേദന എനർജിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പുറത്ത് കടക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷണ കാലഘട്ടത്തെ മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ട പ്രതിരോധമാകുന്ന റൈറ്റ് ഹീലിംഗ്, അഫർമേഷൻസുകൾ ഇതെല്ലാം ചെയ്ത് നിങ്ങളൊന്ന് കടന്നു പോകുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കേണ്ട മെഡിസിനുകൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്ത് കടന്നു പോവുകയാണെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പോകാൻ സാധിക്കും. നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെയും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. അവിടെയാണെങ്കിൽ തടസ്സവും പ്രതിസന്ധിയും നിങ്ങൾ നേരിടുകയും ചെയ്യുകയാണ്. സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു റിലേഷനിൽ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നില്ല. അവിടെ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ഇല്യൂഷൻ എനർജിയിലാണ് നിങ്ങളിപ്പോൾ പെട്ട് നിൽക്കുന്നത്. കാർമികപരമാകുന്ന സിറ്റുവേഷൻസുകളും ചിലരെ സംബന്ധിച്ച് രാഹുവിൻ്റെ പ്രസൻസും ചിലരെ സംബന്ധിച്ച് ഇതൊരു വശീകരണം, അതായത് ഒരു പക്ഷേ നിങ്ങളെ അവരിലേക്കൊന്ന് അടുപ്പിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെയോ രീതികൾ ബേസ് ചെയ്താണ്. നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളെ അവരിലേക്ക് അടുപ്പിച്ചു എന്നുള്ള സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മദ്യം മറന്നാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ നിലനിൽപ്പും നിങ്ങളിപ്പോൾ ജീവിക്കുന്നതുമെല്ലാം നിങ്ങളുടെ ഒരു ചിന്ത ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന പ്രസൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് ബൗണ്ടറി ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് മുന്നിൽ അവർ നല്ല ഒരു മതിൽക്കെട്ട് തന്നെ പണിത് നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ അതിനെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ സിറ്റുവേഷൻസിനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്ത് അവരെ മുറുകെ പിടിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അവർ നിങ്ങളെ എത്രത്തോളം അവഗണിച്ചാലും നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയിലാണ് നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടേതാകുന്ന എല്ലാ പൂർണ്ണതയും കണ്ടെത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഒരു സോൾ സെർച്ചിങ് ടൈമാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു ടൈമാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഒരു ഹെൽത്തി ഫീലിങ്സ്, അവരുടെ പ്രസൻസ്, നെഗറ്റീവ് ആകുന്ന പ്രസൻസ് ആണെങ്കിൽ പോലും അതിൽ നിങ്ങൾ സംതൃപ്തിപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയിരുന്നെങ്കിലെന്നും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള പ്രാർത്ഥന, പ്രെയർ, മെഡിറ്റേഷൻസുകളെല്ലാം നിങ്ങൾ
ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ആ ഒരു അവസ്ഥ ബന്ധമെന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷണ കാലഘട്ടമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന ചില എക്സ്പീരിയൻസുകളെ കറൻറ്റ്ലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണുന്നുണ്ട്. ഫാമിലി പരമാകുന്ന ബന്ധങ്ങളുടെ കണക്ഷൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇമോഷണലി നിങ്ങളോട് ഒരുമിച്ച് കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഫാമിലിക്കുള്ളിലുള്ള വ്യക്തികളാണ് എങ്കിൽ അവരെ സംബന്ധിച്ച് അവരൊരു ഇമോഷണൽ ബൗണ്ടറി ഇട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഈഗോ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളവർ പൂർണ്ണമായിട്ടും വീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം അവരറിയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനകത്ത് യാതൊരു പെയിനോ കുറ്റബോധമോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആ ഒരു മാനസിക സംഘർഷം, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവർ എൻജോയ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കുന്നു. നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു, ഇതെല്ലാം അവർ മനസ്സിലാക്കി നിങ്ങളെ അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ അവർക്ക് വശമതമാവുകയാണ്. നിങ്ങളൊന്ന് സ്ട്രോങ് ആവുകയാണെങ്കിൽ, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു ഈഗോയും ഇടിയും ഇവർ ജസ്റ്റ് അവരുടെ ആ ഒരു ക്യാരക്ടർ, അവരുടെ മനസ്സിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ വീണ്ടും 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 മാക്സിമം താണു കൊടുക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. അതനുസരിച്ച് അവർക്ക് അവരുടെ ജാഡ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും നമുക്ക് ഈ ഒരു എനർജികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു വാശി നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ ഒരു വ്യക്തിയിൽ ഇമോഷണൽ അഡിക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോടൊപ്പമേ ഉണ്ടാകൂ എന്നൊരു ഉറച്ച തീരുമാനവും, അതുപോലെ തന്നെ ഇതിനകത്തിപ്പം നോ കോണ്ടാക്റ്റ് എനർജിയിലും ബ്ലോക്കിംഗ് എനർജിയിലൊക്കെ ഉള്ളവരിൽ നിന്നും ഒരു റീബർത്ത് എനർജി, ഒരു ഡെത്തായി എന്ന് തോന്നിയെടുത്തുന്ന ഒരു റീബർത്ത് എനർജി, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഭയങ്കര ശക്തമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നും ഈ ഒരു വ്യക്തിയിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഫ്യൂച്ചറിലേക്ക് പോകുകയുള്ളൂ എന്നും, അതല്ലെങ്കിൽ നിങ്ങളൊരു എലോൺ എനർജിയിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകും, മറ്റൊരു ഇമോഷൻസിനെയും നിങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുമൊക്കെയുള്ള ഒരു വാശിയും ദൃഢതയും നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം പവർഫുള്ളായൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും നിങ്ങളിനി എത്ര വലിയ നഷ്ടം വന്നാലും നിങ്ങളൊരടി പോലും മാറുകയില്ല എന്നുള്ളതും നമുക്കിവിടെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ പവർഫുൾ ആകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ്റെ ഫലം അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളെ അവർക്കൊരു വാല്യുബിൾ ആകുന്ന, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു പോസിറ്റീവായൊരു എനർജി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് അട്രാക്ഷനും കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും, കുറച്ച് ടൈം പീരീഡ് എടുക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പേഴ്സൺ വന്ന് എത്തിച്ചേരാനെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു 5 monthsൻ്റെ എനർജിയൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് വന്ന് ചേരാനായിട്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു 1 yearൻ്റെ എനർജി നമുക്ക് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ പ്രസൻസ് കണക്റ്റഡ് ആവാനായിട്ട്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ആ ഒരു പ്രയത്നം, മാനിഫെസ്റ്റേഷനും അഫർമേഷൻസൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ പ്രയത്നത്തിന് ഫലം സക്സസ് തന്നെയാണ് കേട്ടോ. ഇവരോടൊത്തൊരു ഹാപ്പി എനർജി, സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരു ഇമോഷണൽ അബണ്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഈ ഒരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നതായതുകൊണ്ട്
പോസിറ്റീവും നെഗറ്റീവുമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചില കാര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. പരീക്ഷണ കാലഘട്ടമായിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമാകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള യോഗമുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ് തന്നെയാണ് കേട്ടോ. ഫുൾ കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിലേക്ക് ഒരു എടുത്ത് ചാടിയ സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നും ചിന്തിക്കാതെ, ഒരു വശങ്ങളും നോക്കാതെ, അല്ലെങ്കിൽ വരും വരായികകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഈ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും അട്രാക്റ്റഡ് ആയ ഒരു സിറ്റുവേഷൻസ് ആണ് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഒരു പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ, ആൻസൈറ്റിയിലൂടെ കടന്നു പോയ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കോ അവർക്കോ ആ ഒരു പേഴ്സണോ വളരെയധികം പ്രതിസന്ധികൾ, ഒന്നിലധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ ശരിക്കും ഈ ഒരു റിലേഷൻ വളരെയധികം ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അതായത് ഒരു നിലനിൽപ്പിന് ഉപകാരപ്രദമായിരുന്ന സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ വളരെ ശക്തമാകുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിടയിലുള്ള സംസാരം ഒരിക്കലും പോസിറ്റീവായിട്ട് അവസാനിച്ചിരുന്നില്ല എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈറ്റിംഗ് എനർജിയിൽ തീർന്നിട്ടുള്ള, ഒരു പക്ഷേ നിങ്ങളുടെ സംസാര രീതി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ സംസാര രീതി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി മുന്നോട്ടേക്കും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ഒന്നും നോക്കാതെ, നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് വിശ്വാസത്തോടുകൂടി കടന്നു ചെന്നത് അതേപോലുള്ളൊരു എനർജി അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ അവരേതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്തോ അതേ കൺട്രോളിങ് എനർജിയിലൂടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷനെ കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം ആ ഒരു പേഴ്സണെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ, ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഹെൽത്തി ആയിട്ടാണോ നിങ്ങൾ ആ പേഴ്സണെ കാണുന്നത്, അതേ എനർജിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് കാണും എന്നുള്ള എനർജി കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫ് എനർജിയാണ് കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ലെസണുകളൊക്കെ, അതായത് ആ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഇംബാലൻസിങ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. ടു ഫേസ് എനർജിയാണ്. പുതിയൊരു തുടക്കം വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുമ്പോഴും അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ടു ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത്. അവർ പുറമേ ഉള്ള വ്യക്തിയല്ല, ഉള്ളുകൊണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരൊരു ട്രാപ്പ്ഡ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അവരവരുടെ ജീവിതത്തിൽ തന്നെ ഇപ്പം സറണ്ടർ ചെയ്താണ് നിൽക്കുന്നത്. നിങ്ങൾ അവരെന്ന് പറയുന്ന പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രസൻസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ, ഇതെല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളൊരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം. കുറേ ആൾക്കാർ ടാബ്ലറ്റ് എടുക്കുന്നു, ഉറക്ക ഗുളിക മേടിച്ച് കഴിക്കുന്നു. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ട മെഡിസിൻ എന്ന് പറയുന്നത് റൈറ്റ് ഹീലിംഗ് ആണ്. അതല്ലാതെ ഇത് മെഡിസിൻ മേടിച്ച് കഴിക്കുന്ന പരിപാടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് എഴുതി നിങ്ങൾ കത്തിച്ച് കളയുക. നിങ്ങൾ ഒരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതനുസരിച്ച് നിങ്ങൾ കടന്നു പോകുക, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളായി പോകും. നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂ നേരിടേണ്ടി വരും. നിങ്ങളുടെ ജീവിതം വെറുതെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മെഡിസിൻ മേടിച്ച് കഴിക്കുന്ന പരിപാടികൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ അഫർമേഷൻസ് പറയുക. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ലെങ്കിലും നിങ്ങൾ ചുമ്മാ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചു തുടങ്ങും. അതല്ലാതെ മണ്ടത്തരങ്ങൾ ചെയ്ത് നടക്കരുത്. അവരെ സംബന്ധിച്ച് അവർ വളരെ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കണ്ടു മുന്നോട്ട് പോകുന്നവരാണ്. ഒരു പക്ഷേ ഇതിനകത്തൊരു വിവാഹയോഗമൊക്കെ നമുക്ക് എല്ലാ എനർജിയിലും കണക്റ്റഡ് ആകും പോലെ ആ ഒരു യോഗമുണ്ട്, അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ട്, സെലിബ്രേഷനാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവരിലേക്ക് ചെന്നതുപോലെ, ഒന്നും നോക്കാതെ അവരിലേക്ക് തോന്നിയ വിശ്വാസത്തോടു കൂടി നിങ്ങൾ കടന്നു ചെന്നതുപോലെ അവർ നിങ്ങളിലേക്കും കടന്നു വരുമെന്നുള്ള എനർജി തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കണക്റ്റഡ് ആകുന്നത്. അപ്പം നിങ്ങൾ മെഡിസിനും കഴിച്ച്
നല്ല കോലത്തിലൊക്കെ ഇരിക്കുമ്പം അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. വന്നതുപോലെ അവർ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കേണ്ട മെഡിസിൻ റൈറ്റ് ഹീലിംഗ് ആണ്. എഴുതി കത്തിച്ച് കളയുക. അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുക. നിങ്ങൾ അഫർമേഷൻസ് എഴുതുക കേട്ടോ. തീർച്ചയായിട്ടും ലൈഫിൽ മാറ്റം വരും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല.